ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഫൈസി. ഇന്ന് നമുക്ക് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ രണ്ടാമത്തെ പുസ്തകം ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ പുസ്തകം ബറീഡ് തോട്ട്സ്, അത് മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ്. ഇതാണ് പുസ്തകം. രണ്ടാമത്തെ പുസ്തകം ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ, ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ ഒരു പുസ്തകം തന്നെ രണ്ട് കവർ ഫോട്ടോയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആരും തെറ്റിദ്ധരിക്കരുത്, രണ്ടും ഒരേ പുസ്തകം തന്നെയാണ്. ഇത് ഒരു ബുക്കാണ്, ഇതൊരു ബുക്ക്. രണ്ടും സെയിം കണ്ടൻ്റാണ്, രണ്ട് കളറിലും രണ്ട് കവർ പേജിലാണെന്ന് മാത്രമേ ഉള്ളൂ. ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ കടകളിലും അവൈലബിൾ ആണ്, പോയി ചോദിച്ച് വാങ്ങുക. ലൈബ്രറികളിലും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. പുതിയ ബുക്കാണ്, സുഹൃത്തുക്കളുടെ കയ്യിലൊക്കെ കാണും, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങി വായിക്കുക. ഞാനിതിൻ്റെ പുറകിൽ കൊടുത്ത കാര്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾക്കതിൽ താല്പര്യം തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിലും ഒരുപാട് ആളുകൾ വന്നു. അങ്ങനെ വന്നവരെ, എന്നെ തൊട്ടവരെ, എന്നെ കുറേ കൂടി നല്ലൊരു മനുഷ്യനാകാൻ പ്രേരിപ്പിച്ചവരെ ഞാൻ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ചാരന്മാർ. ഇവരെ പരിചയപ്പെട്ടു കഴിയുമ്പോൾ നിങ്ങളൊരു പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു ബൈനോക്കുലറുമായി ഇറങ്ങിയെന്നിരിക്കും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ചാരന്മാരെ കണ്ടെത്താൻ. പല വേഷങ്ങളിൽ അവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവരെ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഈശ്വരൻ നിങ്ങൾക്ക് പുതിയൊരു കണ്ണും ചെവിയും ഹൃദയവും തരട്ടെ എന്നാണ് ജോസഫ് അന്നംകുട്ടി ജോസ് ഈ പുസ്തകത്തിൻ്റെ പുറകിൽ പറയുന്നത്. ഇത് ഇറക്കിയിരിക്കുന്നത് DC ബുക്കാണ്. ഒരു ഓർമ്മ പുസ്തകമാണ്. 225 രൂപയാണ് വില. എല്ലാ ബുക്ക് ഷോപ്പിലും കിട്ടും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലെടുത്ത് വായിക്കുക. നമ്മളുടെ ഡ്രീം ഏഷ്യ ഓൺലൈൻ ബുക്ക് സ്റ്റോറിലും അത് കിട്ടും. നിങ്ങൾ ഓർഡർ ചെയ്യുക. ഈ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഈ ബുക്ക് അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് പോയി വാങ്ങാൻ വീടിനടുത്ത് ബുക്ക് ഷോപ്പില്ല, അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കത് ഞാൻ VPP ആയിട്ട് അയച്ചു തരാം, പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാം. പോസ്റ്റ്മാൻ നിങ്ങളുടെ കയ്യിൽ ബുക്ക് തരുമ്പോൾ ആ പൈസ നിങ്ങൾ കൊടുത്താൽ മതിയാവും. വളരെ അത്യാവശ്യമായിട്ടുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. കാരണം ഇങ്ങനെ അയക്കുമ്പോൾ 2 ദിവസം കഴിയും നിങ്ങളുടെ കയ്യിലെത്താൻ, അത് കഴിഞ്ഞ് 2 ദിവസം കഴിയും നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടാനും. അപ്പോൾ ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ച ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം വാങ്ങി വായിക്കുക. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എല്ലാവരും. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ രസമാണ്, നമുക്ക് കേട്ടിരിക്കാൻ തന്നെ. അദ്ദേഹം ഒരു RJ ആയതുകൊണ്ടാകാം, എന്തുകൊണ്ടാണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ജന്മനാ ഉള്ള കഴിവായിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. നിങ്ങൾ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ 1-2 വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന രീതിയും നമുക്ക് ആ വായനയിലൂടെ അനുഭവിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു മോട്ടിവേഷൻ പുസ്തകമല്ല, അതിൻ്റെ ഒരു ഉള്ളടക്കത്തിൽ ഈ പുസ്തകം കൊണ്ട് ജോസഫ് അന്നംകുട്ടി ജോസ് ഉദ്ദേശിക്കുന്നതാണ്: എനിക്ക് ചുറ്റുമുള്ള ആൾക്കൂട്ടത്തോട് എൻ്റെ ഉള്ളിൽ പതിഞ്ഞ ചില ആളുകളെ പറ്റി പറയാനായി ഒരു ചെറിയ പ്രയത്നം. ഇതൊരു മോട്ടിവേഷൻ പുസ്തകമല്ല. ഇതിൻ്റെ അക്ഷരസോപാനം താണ്ടി ആർക്കും ജീവിത വിജയം സ്വന്തമാക്കാനും സാധിക്കില്ല. മലയാള സാഹിത്യത്തിലേക്കുള്ള ഒരു സംഭാവനയും ഇതിലില്ല. ഇത് എനിക്ക് മാത്രം ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഇത് എന്നെ അതിശയിപ്പിച്ച ചില ആളുകളുടെ ചിത്രങ്ങളാണ്. ഇത് എന്നെ അതിശയിപ്പിച്ച ചിലരെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. വളരെ രസകരമായിട്ടാണ്, വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കും, ഈ പുസ്തകങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ സ്ക്രീൻഷോട്ട് അയക്കുന്നതിലൊന്നും, ചില സ്ക്രീൻഷോട്ടിലൊന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായിട്ട് പോലും കാണില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ദയവേത് നിങ്ങൾക്ക് ബുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ പുസ്തകത്തെക്കുറിച്ച്, ബറീഡ് തോട്ട്സിനെ കുറിച്ച്. ഇത് മലയാളത്തിലില്ല, ഇനി വരുമായിരിക്കും, അറിയില്ല. ഇപ്പോൾ ഇംഗ്ലീഷിലാണ്. ഇത് ഇംഗ്ലീഷിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വായിക്കാം. ഇതിൽ പറയുന്നുണ്ട്, ഒരു ജീവിതവും ഒരുപാട് കഥകളും നമ്മൾക്കത് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇതും ഒരു മെമ്മറാണ്. DC ബുക്കാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. 299 രൂപയാണ് ഇതിന് വില. ഓക്കെ.